ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 10 ടീമുകളുടെയും ശക്തിയും ദൗർബല്യവും കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി. മറ്റുള്ളവരുടെ പോരായ്മ മനസ്സിലാക്കി ടീമുകൾ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ബാറ്റർമാർ മാത്രം തിളങ്ങിയ റണ്ണൊഴുകിയ ആദ്യ മത്സരങ്ങളിലേത് വ്യത്യസ്തമായി ബൗളർമാർ കളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ സ്കോർ പോലും ഡിഫെൻഡ് ചെയ്ത് ടീമുകൾ വിജയിക്കുന്ന സാഹചര്യം വന്നു. ഈ സാഹചര്യത്തിൽ പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുള്ള ടീമുകളെക്കുറിച്ചും ടീമിനെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള നായകരെക്കുറിച്ചും നായകൻ്റെ അബദ്ധ തീരുമാനം കാരണം മത്സരം കൈവിടുന്ന ടീമുകളെക്കുറിച്ചുമെല്ലാം ക്രിക്കറ്റ് സർക്കിളുകളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. 6 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായി. ചില ടീമുകൾ 7 മത്സരം വരെ കളിച്ചു. പ്ലേ ഓഫിലേക്കുള്ള ടീമുകളുടെ ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. 6 മത്സരങ്ങളിൽ ഒരു പരാജയം പോലും അറിയാതെ മുന്നോട്ട് കുതിക്കുന്ന പഞ്ചാബ് കിങ്സാണ് പട്ടികയിൽ ഒന്നാമതുള്ളത്. മഴ തടസ്സപ്പെടുത്തിയ ഒരു മത്സരം ഉൾപ്പെടെ 6 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റാണ് പഞ്ചാബിൻ്റെ സമ്പാദ്യം. ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രേയസ് അയ്യരുടെ മികവിൽ പഞ്ചാബ് അനായാസം പ്ലേ ഓഫിലേക്ക് കയറും. അസ്ഥിരതയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രശ്നം. ആദ്യം 4 മത്സരം ജയിച്ച് ടോപ്പ് ഫോമിലായിരുന്നു രാജസ്ഥാൻ. പിന്നീട് തുടരെ 2 മത്സരം തോറ്റു. LSGക്കെതിരായ വിജയത്തോടെ 10 പോയിന്റുമായി ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് പരാഗിൻ്റെ ടീം. RCB ആണ് 3ാമത്. ചാമ്പ്യൻ മെൻറ്റാലിറ്റിയിലാണ് ടീം കളിക്കുന്നത്. പഞ്ചാബിന് പുറമെ ടോപ്പ് 4-ൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള ടീം തന്നെയാണ് RCB. തുടർ വിജയങ്ങളുമായി എത്തുന്ന ഇഷാൻ കിഷൻ്റെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്പോട്ട് അർഹിക്കുന്ന ടീമാണ്. ബൗളിംഗ് യൂണിറ്റ് സെറ്റായതിനൊപ്പം സെഞ്ചുറിയുമായി അഭിഷേക് ശർമ്മ ഫോമിലേക്ക് എത്തിയത് ടീമിന് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. 3 വിജയങ്ങളുമായി 5ഉം 6ഉം സ്ഥാനത്തുള്ള ഡൽഹിക്കും ഗുജറാത്തിനും സാധ്യതകളുണ്ട്. മുംബൈ, ചെന്നൈ എന്നിവർ ചാമ്പ്യൻ ടീമുകളാണ്. ലിറ്ററലി ഔട്ടായാൽ മാത്രമേ പുറത്തായി എന്ന് പറയാൻ കഴിയൂ. ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് വന്ന് കപ്പുയർത്താൻ കെൽപ്പുണ്ടവർക്ക്. ഋഷഭ് പന്തിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസിന് ജയിക്കാനുള്ള ഒരു ആഗ്രഹം പോലും ഇല്ലെന്ന് തോന്നും കളത്തിലെ പ്രകടനം കാണുമ്പോൾ. 3 വട്ടം ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ കാര്യമാണ് കഷ്ടം. 7 മത്സരങ്ങളിൽ നിന്ന് ഒറ്റ ജയം മാത്രം, പട്ടികയിൽ ഏറ്റവും പിന്നിൽ. എന്നാൽ മഹാത്ഭുതം നടന്നാൽ ഇപ്പോഴും കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫ് സാധ്യത ഉണ്ടെന്നാണ് കൗതുകകരമായ കാര്യം. ശേഷിക്കുന്ന 7 മത്സരവും ജയിച്ചാൽ 17 പോയിന്റ് നേടി കൊൽക്കത്തയ്ക്ക് മുന്നേറാം. നിർണായകമായ അടുത്ത ഫേസിലേക്ക് കടക്കുമ്പോൾ ടീമുകളുടെ തലകളും മാറുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. മിക്ക ടീമുകൾക്കും പരിക്കിനേക്കാളും താരങ്ങളുടെ ഫോമിനേക്കാളും ക്യാപ്റ്റൻ്റെ തീരുമാനങ്ങൾ നെഗറ്റീവ് ആകുന്നുണ്ട്. നായകനെ മാറ്റാതെ ഉറപ്പായും പണി കിട്ടാൻ പോകുന്ന ടീമുകളുമുണ്ട് ഇക്കൂട്ടത്തിൽ. 10-ൽ 4 ടീമുകൾക്കും ഇപ്പോഴെങ്കിലും ക്യാപ്റ്റനെ മാറ്റി സീസൺ മുഴുമിപ്പിച്ചാൽ മികച്ച നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ മിക്ക ടീമുകളിലും മികച്ച റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനുകളുമുണ്ട്.